വാർത്തകളിലേക്ക് വിശദമായി. സൗദി ജയിലിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന അബ്ദുൾ റഹീമിനായുള്ള മോചനദ്രവ്യമായ 34 കോടി രൂപ നാടിന്റെ കൂട്ടായ്മയിൽ പിരിഞ്ഞുകിട്ടി. വധശിക്ഷ നടപ്പാക്കാൻ 4 ദിവസം മാത്രം ശേഷിക്കെയാണ് റഹീമിനായി നാട് മുഴുവൻ ഒന്നിച്ചത്. മോചനത്തിനായി 34.45 കോടി രൂപ സമാഹരിച്ചു. സൗദിയിൽ ജോലി ചെയ്തിരുന്ന അബ്ദുൾ റഹീമിന് പറ്റിയ കയ്യബദ്ധത്തിൽ സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകൻ മരിച്ചതോടെയാണ് ജയിലിലായത്. നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് 34 കോടി രൂപ മോചനദ്രവ്യമായി നൽകിയാൽ ശിക്ഷ ഒഴിവാക്കാമെന്ന് കുടുംബം അറിയിക്കുകയായിരുന്നു. MS അനീഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, മലയാളികളുടെ ഒരുമ, യഥാർത്ഥ കേരള സ്റ്റോറി എന്ന നിലയിൽ വീണ്ടും ചർച്ചയാവുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രതീക്ഷ തീരെ അറ്റ നിലയിലായിരുന്നു. ഇത്ര വലിയ തുക സമാഹരിക്കാനാകുമോ എന്നത് ആശങ്കയായിരുന്നു. പക്ഷേ ഇതാ 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ തന്നെ ആ ലക്ഷ്യം നേടിയിരിക്കുകയാണ്. വീട്ടുകാർ എത്രമാത്രം സന്തോഷത്തിലാണ്? മോചനത്തിനുള്ള നടപടികൾ ഇനി എങ്ങനെയാണ്? രണിത, നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാവുന്നതിനപ്പുറമാണ് ഈ സന്തോഷമെന്ന് പറയാം. ഇവിടെ വലിയൊരു ജനക്കൂട്ടം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. മറന്ന് രാഷ്ട്രീയ മത മറ്റു ഒരു പരിഗണനകളുമില്ലാതെയാണ് എല്ലാവരും, ഈ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ പ്രായമായ ആളുകൾ വരെ, കേരളത്തിനുള്ളിൽ താമസിക്കുന്നവർ, കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർ എന്നിങ്ങനെ മൊബൈൽ ആപ്പിൽ ഈ അദ്ദേഹത്തിന് സഹായധനം കൊടുക്കേണ്ട ആപ്പിലേക്ക് പണം എത്ര എത്തുന്നു എന്ന് തത്സമയം നോക്കി പണം കുറഞ്ഞാൽ അപ്പോൾ പണം ഇടുന്ന രീതിയിൽ പോലും ആളുകൾ കൈകാര്യം ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ഏതാണ്ട് 25 കോടി രൂപ എത്തിയെങ്കിൽ വളരെ പെട്ടെന്നാണ് പിന്നീട് ലക്ഷ്യത്തിലേക്ക് എത്തിയത്. എന്തായാലും നമുക്കൊപ്പം ഈ നിയമസഹായ വേദിയുടെ ആളുകൾ തന്നെ ഉണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ? നമ്മൾ ഈ ഫണ്ട് സമാഹരണം അവസാനിപ്പിച്ചത്? ഫണ്ട് സമാഹരണം നമ്മൾ അവസാനിപ്പിച്ചു. കേരളത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെയാണ് 18 വർഷമായിട്ട് ഒരു നിയമ പോരാട്ടത്തിൽ സൗദി അറേബ്യയിൽ 17 വർഷവും കഴിഞ്ഞു. ഈ 18ാമത്തെ വർഷത്തിലേക്കാണ് റഹീം സൗദി ജയിലിൽ അകപ്പെട്ട് നിൽക്കുന്നത്. അദ്ദേഹം 2006 അവിടെ അകപ്പെട്ട് ഈ ഇൻസിഡൻസ് ഉണ്ടായ സമയം മുതൽ ഈ സമയം വരെ അതിന്റെ കൂടെ നിന്ന ഒരു റഹീം റിലീസ് സഹായ സമിതി എന്ന് പിന്നീട് ആവശ്യമായ ട്രസ്റ്റ് നാട്ടിൽ അതിന്റെ നാൾ വഴികൾ വളരെ പ്രയാസം നിറഞ്ഞതാണ്. 3 തവണ റഹീമിന് വധശിക്ഷ വിധിച്ചപ്പോഴും നമ്മുടെ അതിശക്തമായ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടു കൂടിയുള്ള ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടാണ് ഈ ഒരു ദിയാപണം നൽകിയിട്ട് റഹീമിനെ മോചിപ്പിക്കാം എന്ന ഒരു ധാരണയിലേക്ക് സൗദി ഗവൺമെന്റ് ത്രൂവും ഇന്ത്യൻ എംബസിയും ഒക്കെ നടത്തിയ ഒരുപാട് ഡയലോഗ്സിന്റെ റിസൾട്ടാണ് ഇതിന്റെ അന്തിമമായിട്ട് ഇന്ന് നമ്മൾ വിജയിച്ചിരിക്കുന്നത്. സൗദി റിയാൽ 15 മില്യൺ റിയാൽ ദിയാപണം നൽകിയാൽ റഹീമിന് മോചനം നൽകാം എന്ന ഇന്ത്യൻ എംബസിക്ക് അവർ കൊടുത്ത വാക്കിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ അതിനു വേണ്ട നിയമസഹായ സമിതി രൂപീകരിക്കും. സർവ്വ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലുള്ള ആളുകളുടെ കൂട്ടായ്മയിലൂടെ നാട്ടിൽ വലിയ ഒരു സഹായ സമിതി രൂപീകരിച്ചു. റഹീം സഹായ സമിതി ട്രസ്റ്റ് രൂപീകരിച്ചു. അതിന്റെ വർക്കുകൾ ആരംഭിച്ചത് കേവലം 1.5 മാസം, 1 മാസത്തിൽ താഴെയുള്ള ഒരു സമയം കൊണ്ടാണ് ഇത്രയും ധനം നമുക്ക് 34 കോടി രൂപ സമാഹരിക്കാൻ സാധിച്ചത്. ഇത് രൂപീകരിച്ചു, ട്രസ്റ്റ് രൂപീകരിച്ചു. നമ്മൾ രൂപീകരിച്ചപ്പോൾ നമ്മൾക്ക് പ്രയാസം തോന്നിയിരുന്നത് 34 കോടി രൂപയാണ്. നമുക്ക് അസ്യൂം ചെയ്യാത്തതിന്റെ അപ്പുറത്തുള്ള ഒരു ഫിഗറാണ്. പക്ഷെ ആ ഫിഗറിനെ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ കൃത്യമായ ഓരോ ആളുകളും നൽകുന്ന ഓരോ രൂപയും യാതൊരു പ്രയാസവും കൂടാതെ അതിന്റെ നിയമസഹായ സമിതിയിൽ എത്തണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നല്ല ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് പിന്നിൽ വർക്ക് ചെയ്ത് കൃത്യമായി ഓരോ ആളുകൾ അയക്കുന്ന പൈസയും ആരയച്ചു, എത്ര അയച്ചു, എങ്ങനെയാണെന്നുള്ള കൃത്യം ഇവിടെ നിന്നുള്ള ഡാറ്റയോട് കൂടി സാധിച്ചു. ഇന്നലെ വരെ ഏകദേശം 20 കോടി രൂപയാണ് അതിൽ കയറിയത്. ഏകദേശം 30 CR ആയപ്പോഴേക്കും ആളുകൾ നാട്ടിൽ നിന്നും വിവിധ സാമൂഹ്യ മനങ്ങൾ ചെവിക്കൊണ്ട് സ്വമനസ്സുകളായ മലയാളി സമൂഹം ഒന്നടങ്കം അത് ഏറ്റെടുത്ത് സംയുക്തമായ നടത്തിയ വലിയ ഫണ്ട് കളക്ഷന്റെ ഒഴുക്ക് ഈ റഹീം സഹായ സമിതി ഓഫീസിലേക്ക് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, അത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഫണ്ട് ആപ്പ് നമ്മൾ ക്ലോസ് ചെയ്യുകയും അവരുടെ ധനസഹായം നമ്മൾ സ്വീകരിക്കുകയും ബാക്കി ആളുകളോട് ഇനി ഇതിനു വേണ്ടി നിങ്ങൾ പണം സമാഹരിക്കരുത് എന്ന് പത്രസമ്മേളനത്തോടെ ആഹ്വാനം ചെയ്യേണ്ടത്. ഏറ്റവും സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നത് ലോക മലയാളികളുടെ ഒരു മനസ്സാണ്. ഒരു പ്രയാസം വരുമ്പോൾ മലയാളിയുടെ മനസ്സ് വേദനിച്ചു എന്നതിന്റെ തെളിവാണ് റഹീം സഹായ സമിതിക്ക് ഈ ചെറിയ നമുക്ക് ഉണ്ടായത്.
അതാണ് നമുക്ക് ഒരു റിസൾട്ട് നമുക്ക് ഇതിന്റെ അകത്ത് ഉണ്ടായത്. ആ റിസൾട്ടിനെ നമ്മൾ എല്ലാ മലയാളിയും സന്തോഷിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 34 കോടി രൂപ റഹീമിന്റെ ഈ ഒരു വിഷയത്തിന് സമാഹരിക്കുകയും അത് എത്രയും പെട്ടെന്ന് അതിന്റെ നിയമ സംവിധാനവുമായി ഇന്ത്യൻ എംബസിക്ക് കൈമാറാനുള്ള അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? അവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 16-ാം തീയതി വരെയായിരുന്നു റഹീമിന്റെ ഈ ഫണ്ട് ശേഖരത്തിന്റെ പൈസ സൗദി അവരുടെ കുടുംബം ആവശ്യപ്പെട്ടത്. നമുക്ക് 2 ദിവസം മുന്നേ തന്നെ നമുക്ക് ആ ഫണ്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഈ ഫണ്ട് ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി വഴി ഇന്ത്യൻ എംബസിയിലേക്ക് കൈമാറും. അതിന്റെ ഡോക്യുമെന്റേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആ പേപ്പർ കൊടുത്ത് ക്ലിയർ ആയാൽ ഫണ്ട് ഇന്ത്യൻ എംബസിയിൽ എത്തുകയും ഇന്ത്യൻ എംബസി സൗദി ഗവൺമെന്റ് ത്രൂ അവരുടെ കുടുംബത്തിന് കൈമാറി അതിന് നിയമപരമായ അതിന്റെ പ്രോസസ്സിംഗ് ഇന്ത്യൻ എംബസിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ളതാണ്. ഫണ്ട് റേസ് ചെയ്യുക എന്ന ഒരു ദൗത്യമാണ് നമ്മുടെ ഈ ട്രസ്റ്റ് രൂപീകരിച്ച് അതിന് നമ്മൾ നടത്തിയിരിക്കുന്നത്. അത് നമ്മൾ വിജയിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഒരു വലിയ സമൂഹത്തിന്റെ നഖമഴിഞ്ഞ സഹായം വിവിധ മീഡിയകളുടെ, വിവിധ സോഷ്യൽ മീഡിയ രംഗത്തുള്ള ആളുകളുടെ, വ്യവസായികളുടെ, സാധാ പ്രവർത്തകരുടെ 10 രൂപ പോലും 100 കണക്കിന് അല്ലെങ്കിൽ 1000 10 രൂപയും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. അത്രമാത്രം കുട്ടികളടക്കം ഇതിന് സംഭാവന നൽകി എന്നതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം ഇതിനകത്തുള്ളത്. ഇത് കുറെ ദിവസങ്ങളായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ ആളുകൾ നിസ്വാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും. ഇപ്പൊ ചെറിയ ക്ലബ്ബുകൾ, സംഘടനകൾ. നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, റഹീമിന് വേണ്ടി സഹായിച്ച ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും 1000 നന്ദി അറിയിക്കുകയാണ്. ഈ നാട് മുഴുവൻ കരിച്ചില്ലേനി ഒരു 1.5 മാസം മുമ്പേ. ഇപ്പോഴാണ് എല്ലാവരും സന്തോഷത്തിൽ ആയത്. വല്ലാത്തൊരു സംഭവം തന്നെയാണ്. എല്ലാവർക്കും 1000 നന്ദി ഒരിക്കൽ കൂടി അറിയിക്കും. 12 മണിക്കൂറിൽ 15 അതെ അതെ മാച്ച് എന്തായാലും MS അനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത്. വലിയ സന്തോഷത്തിലാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും തന്നെ 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ തന്നെ ആ ലക്ഷ്യം നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അവരുടെ ആനന്ദം നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഈ റഹീമിന്റെ ഒരുപാട് നന്ദി. പല സംഘടനകളും പല ആളുകളും ഇതിന് തീർച്ചയായും അനീഷ് റഹീമിന്റെ വീട്ടിലാണോ ഉള്ളത്? വീട്ടിൽ ആണോ? ഒരുപാട് പേരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഓരോരുത്തരും. ഉമ്മ വലിയ കാത്തിരിപ്പിലായിരുന്നു. ഏതാണ്ട് 1.5 പതിറ്റാണ്ടായി മകൻ ജയിലിലാണ്. അവിടെ ഇപ്പോൾ വലിയ ആശ്വാസമാണ് ആ ഉമ്മയെ സംബന്ധിച്ച് ഉള്ളത്. ഉമ്മയുടെ പ്രതികരണം തേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? ഈ മേഖലയിൽ പ്രവർത്തിച്ച പല ആളുകളുണ്ട്. സന്തോഷം. ജീവിതത്തിലേക്ക് ഏറെ സന്തോഷവും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ബാൻഡ്വിഡ്ത്തിന്റെ പ്രശ്നം മറ്റുമാണ്. ഏതായാലും അവിടെ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവർ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഒത്തൊരുമയാണ് ഇത്തരം വലിയ ഒരു മോചനദ്രവ്യമായിട്ടും ദയാധനമായിട്ടും അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. കേരളത്തിന്റെ ആ ഒത്തൊരുമയുടെ ഒരു ഫലമായിട്ട് തന്നെയാണ്. എല്ലാവരും അതിനുവേണ്ടി സഹകരിച്ചു. തുക 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ തന്നെ കണ്ടെത്താനായി. ഇനി ഇന്ത്യൻ എംബസിക്ക് കൈമാറി അതിന്റെ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുന്നതിലൂടെ മോചനം സാധ്യമാകും. അതിന്റെ സന്തോഷമുണ്ട് എല്ലാവരിലും. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിന്റെ സന്തോഷമുണ്ട്. ആ ഉമ്മ ഏതാണ്ട് 1.5 പതിറ്റാണ്ടിലധികമായി മകൻ ജയിലിലാണ്. കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും കാണാൻ പോലും കഴിയാതെ ജയിലിൽ കഴിയുന്ന സാഹചര്യമായിരുന്നു. അവിടെ വലിയ സന്തോഷം ഉമ്മയ്ക്കും ഉണ്ട് പണം കണ്ടെത്താനായതിൽ. എന്തായാലും ഒരു നാട് മുഴുവൻ ഒത്തുനിന്നപ്പോഴാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. മോചനത്തിനായുള്ള മറ്റ് നടപടികളാണ് ഇനി നടക്കേണ്ടത്. MS അനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക്